നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഉള്ളിവടയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ ഈ ചിക്കൻ ഉള്ളിവട റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിംഗ് ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 150 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ബോൺലെസ് ചിക്കനാണ് കേട്ടോ ഇത്. പിന്നെ ഇതിലേക്ക് 2 മീഡിയം സൈസുള്ള സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും പുതിനയിലും കൂടെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതോടെ നമുക്ക് ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 നുള്ള് കായത്തിൻ്റെ പൊടി, അതുപോലെ 2 നുള്ള് ഗരം മസാല ഇതോടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഇതോടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതോടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ള ആ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് കുറേശ്ശായി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ നമ്മൾ ഉപ്പ് ചേർത്ത് വേവിച്ചത് കൊണ്ട് തന്നെ ഈ വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വെള്ളം ഉപയോഗിച്ച് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ചിക്കൻ ഉള്ളിവടക്ക്. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ലൂസായി പോവരുത്. നമുക്ക് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാനുള്ള ഈ ഒരു പാകത്തിനായിട്ട് വേണം. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലൊന്ന് ചൂടായി വരട്ടെ. അപ്പോഴേക്കും നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ കയ്യിൽ വെച്ച് ഒന്ന് ഉരുട്ടിയെടുത്ത് കൈവെള്ളയിൽ വെച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ഇതിൽ കുറച്ച് മാവ് കുറവുള്ള പോലെ തോന്നും. ഇത് ഫ്രൈ ആയിട്ട് വരുമ്പോൾ കറക്റ്റായിട്ട് തന്നെ റെഡി ആയിട്ട് വരും. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലിപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചിക്കൻ ഉള്ളിവടകളും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു ഭാഗം റെഡി ആയി കഴിയുമ്പോൾ ഒന്ന് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിൽ നിന്നും മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഉൾഭാഗം വേവില്ല, പുറം ഭാഗം നന്നായിട്ട് കളർ മാറിപ്പോവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക്